BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ CPM മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മേയർ VV രാജേഷ്. തിരുവനന്തപുരത്ത് നിലവിലുള്ള മാലിന്യ സംസ്കരണ പദ്ധതി പര്യാപ്തമല്ലെന്നും മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കുകയാണെന്നും രാജേഷ് പറഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ടും കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കാതലായ ഒരു വിമർശനവും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ CPM മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മേയറുടെ വാദം. കൂടാതെ CPM പ്രവർത്തകരെ നിയോഗിച്ച് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുകയാണ് ചെയ്യുന്നതെന്നും കഴിഞ്ഞ ദിവസം ആമേഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളാൻ ശ്രമിച്ചത് CPM പ്രവർത്തകൻ ഷമീർ ആണെന്നും ഇത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരെ ആക്രമിച്ചു എന്നും VV രാജേഷ് ആരോപിച്ചു. നഗരത്തെ മനഃപൂർവ്വം മലിനമാക്കി ഭരണ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നതെന്നും മേയർ ചൂണ്ടിക്കാട്ടി. ഷമീറിന് CPM നേതൃത്വവുമായി അടുത്ത ബന്ധമാണുള്ളത്. ഷമീറിനൊപ്പം CPMന്റെ ചാല ഏരിയ സെക്രട്ടറി സുന്ദർ നിൽക്കുന്ന ചിത്രവും മേയർ പുറത്തുവിട്ടു. സംഭവത്തിൽ പിടിയിലായ ഷമീർ അനധികൃതമായി മാലിന്യം ശേഖരിച്ച് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിലും ജലാശയങ്ങളിലും തള്ളിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണെന്നാണ് VV രാജേഷ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം പോലീസ് അന്വേഷണം ശക്തമായതോടെ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നെങ്കിലും പിന്നീട് പോലീസ് ഇയാളെ പിടികൂടിയിരുന്നു. മാലിന്യം തള്ളുന്ന സംഭവം കണ്ടെത്തി തടയാൻ ശ്രമിച്ച നഗരസഭാ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം വാഹനം ഇടിപ്പിച്ച സംഭവവും ഇതേ ശൃംഖലയുടെ ഭാഗമാണെന്നും ഉദ്യോഗസ്ഥന്റെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ആക്രമണം എന്നതിനാൽ സംഭവവും ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് മേയർ വിശദീകരിച്ചത്. നഗരസഭയുടെ നിലവിലെ മാലിന്യ സംസ്കരണ സംവിധാനം CPM ഭരണകാലത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണെന്നും അതിൽ നിരവധി പോരായ്മകളുണ്ടെന്നും മേയർ പറഞ്ഞു. അതിനാൽ മാലിന്യ സംസ്കരണത്തിന് സമഗ്രമായ പുതിയ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നിരാശയിൽ നഗരത്തെ തകർക്കാനുള്ള രാഷ്ട്രീയമാണ് CPM സ്വീകരിക്കുന്നതെന്നും ഇത്തരം നടപടികൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും മേയർ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ മുൻ മന്ത്രി അടക്കം പങ്കുണ്ടെന്ന് മറ്റൊരു ആരോപണമുണ്ട്. കൂടാതെ സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചന ഉണ്ടെന്നതോ അടക്കം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കണമെന്നും രാജേഷ് ആവശ്യപ്പെട്ടു. ഭരണം നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ നഗരത്തിലെ ജനങ്ങളെ CPM ദ്രോഹിക്കരുതെന്നും VV രാജേഷ് കൂട്ടിച്ചേർത്തു. അതേസമയം കൗൺസിലർ സുഗതന്റെ കാര്യത്തിൽ കോടതി നിർദ്ദേശപ്രകാരം നടപടിയെടുക്കുമെന്നും മേയർ അറിയിച്ചു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.